ഇവന്ന് പറഞ്ഞ എന്റെ കൈൻഡ് ഓഫ് ആളേ അല്ലായിരുന്നു. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരാള് എന്റെ ജീവിതത്തിൽ. പിന്നെ പോകെ പോകെ പരിചയപ്പെട്ട ശേഷമാണ് ഓക്കെ ഞാൻ കുഴപ്പമില്ല എന്നുള്ള, എനിക്ക് എന്തൊക്കെ വേണം എന്നുള്ളതിനേക്കാൾ എന്തൊക്കെ വേണ്ടെന്ന് കറക്റ്റ് ആയിട്ട് അറിയുന്നുണ്ട്. ഓക്കെ ഇവൻ എന്റെ ഇതിന്റെ ചെക്ക് ലിസ്റ്റ് ഓക്കെ ആവുന്നുള്ളത് കൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞു. ഫസ്റ്റ് കൊണ്ട് ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ, ചെന്നൈ മെട്രോ അത് നമ്മള് പോണ്ടിച്ചേരിക്ക് ഉള്ളൊരു ട്രിപ്പിന്റെ ഇടയിലാണ് ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. കണ്ട് പരിചയപ്പെട്ട് എല്ലാം സെറ്റായ ശേഷമാണ് നമ്മൾ ഒരുമിച്ച് ട്രിപ്പ് പോയത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സംസാരം ഉണ്ട്. അത് കഴിഞ്ഞപ്പോ ഓക്കെ എന്തൊക്കെയാ നമുക്ക് രണ്ടുപേർക്കും എന്താ പറയാ ഒരു പാർട്ട്ണറിനെ കണ്ടുപിടിക്കാനുള്ള ഒരു സ്റ്റേജിലായിരുന്നു. ഓക്കെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോ വൈബ്സ് ഒക്കെ കുറച്ച് മാച്ച് ഉണ്ട് എന്ന് തോന്നിയിട്ട് നമ്മള് ഓക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. கேட்காம வாரண்டி ஓ மனசில் நான் தங்க கண்ணுக்குள்ள கனவ பாக்குறண்டி கண்டதெல்லாம் பலிக்கத்தான் வேண்டுரண்டி என்னை பத்தி இன்னும் சொல்ல தோணுதடி இப்படியே நானும் போக ഞാനാണ് പ്രപ്പോസ് ചെയ്തത്. പ്രപ്പോസൽ എന്ന രീതിയിലാണ് നമ്മൾ നല്ല ഫ്രണ്ട്സ് എന്ന രീതിയിലാണ് തുടങ്ങിയത്. പക്ഷെ എന്നാലും ഫ്രണ്ട്സ് അല്ലാത്ത രീതിയിലുണ്ട്. നമുക്കൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഞാനും ചെന്നൈയിൽ വെച്ച് തന്നെയാണ് പ്രപ്പോസലും ചെയ്തത്. ചെന്നൈയിലൊരു കഫേയിൽ വെച്ച് തന്നെ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രപ്പോസ് ചെയ്ത് പിന്നെ നമ്മള് ബാംഗ്ലൂർ വെച്ച് ഇവിടെ നിന്ന് തിരിച്ച് വീണ്ടും പ്രപ്പോസ് ചെയ്തു. ഭയങ്കരമായി സർപ്രൈസ് ചെയ്ത് എന്റെ ബർത്ത്ഡേന്റെ തലേന്ന് വന്നിട്ട് എനിക്കൊരു റിംഗ് ഒക്കെ കാട്ടിയിട്ട് എന്നോട് വലിയ വരീന്ന് ചോദിച്ചു. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനം. എനിക്ക് ഫുൾ ചിരിയായിരുന്നു കിടന്ന്. கண்ணாடியின் பிம்பங்களில் நான் இல்லையே നമുക്ക് ഫസ്റ്റ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് നമ്മൾ ഐഡിയോളജിയാണ്. നമുക്ക് ഗ്രാൻഡ് വെഡിങ്സിനോട് രണ്ടുപേർക്കും താല്പര്യമില്ലായിരുന്നു. ഫസ്റ്റ് ടോക്ക് തന്നെ വന്ന ഒരു ഐഡിയ ആണ് നമുക്ക് നോ ഗോൾഡ് വെഡിങ്, ചെറിയ കുറച്ചാളായിട്ടുള്ള പരിപാടി. അപ്പം അങ്ങനെ വന്ന് പക്ഷെ വീട്ടിലൊക്കെ സമ്മതിക്കാൻ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ ഇത് പറഞ്ഞപ്പോ ആദ്യം കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടായാലും പിന്നെ അങ്ങനെ നമ്മൾ രജിസ്റ്റർ മാരേജ് കഴിച്ചു. பாதம் சுற்றி வண்ண வண்ண பூக்கள் மட்டும் கேட்கட்டும் உன் காதில் காக்கை குருவி குயில்கள் கிளிகள் கொட்டம் சூழட்டும் காதல் சூழட்டும் கூறட்டும் குட்டி கதைகள் மழலையில் குழந்தைகள் ஊறட்டும் உனக்குள்ளே இயற்கையின் இயல்புகள் தூரட்டும் காதல் ஊறட்டும்
ഈ കല്യാണം നല്ല സുഖമുണ്ട് നമുക്ക് രജിസ്റ്റർ മാരേജ് ആവുമ്പോ. കാരണം എന്താ വെച്ചാൽ ഹറിബറി ടെൻഷൻ ഒന്നും നമുക്ക് അധികം നമ്മൾ എടുത്തില്ല. ടെൻഷൻ ഒക്കെ ഭയങ്കര കുറവായിരുന്നു. கொண்டு இதை மறந்து பறந்து போ நீ பறந்து போ உனக்கென்று கொஞ்சம் நேரம் பறந்து போ நீ பறந்து போ காதல் கொஞ்சம் நேரம் கலந்து போ பூக்கட்டும் உன் பாதம் சுற்றி வண்ண வண்ண பூக்கள் மட்டும் கேட்கட்டும் உன் കാതിൽ കാക്കൈ കുരുവി കുയിൽകൾ കിളികൾ കൂട്ടം സൂഴட்டும். അത് നമ്മള് തീരെ വലിയ വ്യത്യാസമൊന്നുമില്ല. അത് വെച്ചാ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളും അതും ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലെ അവനും ഉണ്ടാവും. അത് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അത് നമ്മള് ഒരാള് വന്നിട്ട് അതിൽ ഇതാക്കരുത്. അതായിരുന്നു നമ്മുടെ പ്രോമിസ് ഉണ്ടായ. നമ്മൾക്ക് പറ്റുന്ന ഏറ്റവും ചെറിയ പരിപാടിയാണ് ചെറുതായിട്ടൊന്നും പരിപാടി നടത്താൻ പറ്റില്ല. നമ്മള് മിനിമം ആൾക്കാർക്ക് ഇത്രയും ഉണ്ടാവും. നമ്മള് സത്യം പറഞ്ഞാൽ ട്രിപ്പ് പോവാൻ വേണ്ടി നമ്മള് ട്രിപ്പ് പോവാൻ വേണ്ടിട്ടാണ് കല്യാണം കഴിച്ചത്. നമ്മള് മറ്റന്നാൾ ട്രിപ്പ് പോവാം.